സാറേ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സാർ. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ ഗവൺമെൻറ്റുകളെയാണ് സാർ. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ അവഗണിച്ചതുപോലെ ഈ ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് സാർ ഈ ബഡ്ജറ്റ് കാണാൻ കഴിയുക സാർ. കേന്ദ്ര ഗവൺമെൻറ് അമിതഭാരം ഏൽപ്പിക്കുന്നത് പോലെ തന്നെ സാധാരണക്കാർക്ക് അമിതഭാരം അടിച്ചേൽപ്പിച്ച ഒരു ഗവൺമെൻറ് ബഡ്ജറ്റാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് സാർ. ഭൂനികുതി 2 ഘട്ടങ്ങളായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാർ ഒരു ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചത് സാർ. മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ സാർ, ഈ 2 തവണ വർദ്ധിച്ച ഭൂനികുതിയൊക്കെ വർദ്ധിപ്പിക്കുന്ന സാധാരണക്കാരുടെ സ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് സാർ. മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ഇന്നത്തെ സാഹചര്യം വളരെ വ്യക്തമായി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വകുപ്പ് നീക്കി വച്ചിരുന്ന തുകയിൽ നിന്നും 111.76 കോടി രൂപ കുറവാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ പട്ടികവർഗക്കാരോടുള്ള വലിയൊരു അവഗണന, അവരുടെ ഭൂമിയെടുക്കൽ, അവരുടെ ഭവന നിർമ്മാണം, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ, ഉന്നതികളിലേക്കുള്ള റോഡുകൾ, ഈ പദ്ധതിക്കൊക്കെ എവിടുന്ന സാർ പണം? സാർ, ബഡ്ജറ്റിൽ വകുപ്പിന് നീക്കി വെച്ചിരുന്ന 502 കോടി അത് 390 കോടിയായി കുറയ്ക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഭവനരഹിതരായവർക്ക് വീട് നിർമ്മിക്കുന്നതിന് 70 കോടി രൂപ വകുപ്പ് മാറ്റിവെച്ചിരുന്നു. പക്ഷേ അത് 53 കോടിയായി ചുരുക്കി സാർ. ലൈഫ് പദ്ധതി കൊണ്ടുവന്നതിന് ശേഷം സാധാരണക്കാരായ പട്ടികവർഗക്കാർക്ക് എവിടെയും മനോഹരമായൊരു ഭവനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് സാർ. അപ്പോൾ ഈ പദ്ധതി വിഹിതം കൂടി വെട്ടിക്കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ വിഭാഗത്തോടുള്ള വലിയ അവഗണനയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. ഭൂരഹിതരായ നിരവധി പട്ടികവർഗക്കാരുണ്ട് സാർ. ഓരോ ഉന്നതികളെടുത്ത് പരിശോധിക്കുമ്പോൾ 5 സെൻറ്റിനും 10 സെൻറ്റിനും 3, 4, 5 വീടുകൾ വെച്ച് ടോയ്ലറ്റ് പോലും ഇല്ലാതെ കുടിവെള്ളം പോലും ഇല്ലാതെ താമസിക്കുന്ന പാവങ്ങൾക്ക് ഭൂമി വാങ്ങിച്ച് ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വകുപ്പ് മാറ്റിവെച്ച തുക നേർപകുതിയായിട്ട് വെട്ടിക്കുറച്ചിരിക്കുക. അപ്പോൾ ഇവര് പഴയ അന്തരീക്ഷത്തിൽ തന്നെ വീണ്ടും പോകേണ്ട സാഹചര്യമാണുള്ളത് സാർ. ഇന്ന് കേരളത്തിലൊട്ടാകെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് സാർ ഈ വന്യമൃഗശല്യം സാർ. ഇന്നലെ ഇടുക്കിയിലൊരു സഹോദരിയെ 45 വയസ്സുള്ള 45 വയസ്സുള്ള സഹോദരി ആന കൊന്ന് നമ്മൾ വാർത്ത കണ്ടതാണ് സാർ. ഇന്നലെ രാത്രി എൻ്റെ മണ്ഡലത്തിൽ നൂൽപ്പുഴ കാപ്പാട് കോളനിയിൽ മാനു എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരൻ 45 വയസ്സുള്ള സഹോദരനെ ആന കൊന്നിരിക്കുക സാർ. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുന്നേ രാധയെ കടുവ കൊന്നു സാർ. ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവമുള്ള ഈ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ കർഷകനും കർഷക തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും വനാന്തരങ്ങൾ കൂടി യാത്ര ചെയ്യാനോ കൃഷി ചെയ്യാനോ കഴിയാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഗവൺമെൻറ് ഈ ബഡ്ജറ്റിൽ തുച്ഛമായ തുകയാണ് വനവുമായി ബന്ധപ്പെട്ട് മാറ്റിവെച്ചിട്ടുള്ളത് സാർ. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു സംസ്ഥാനത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. വയനാട് പോലുള്ള ജില്ലയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ നിന്നെടുത്ത ലോണുകൾ അടയ്ക്കാൻ കഴിയാതെ നിരവധി കർഷകർ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് സാർ. ഈ പ്രതിസന്ധി നിലനിൽക്കുക. ഇന്ന് ജപ്തി നടപടിക്ക് നിയമം കൊണ്ടുവന്നു. ആ നിയമമൊന്നും ഉദ്യോഗസ്ഥന്മാർ പാലിക്കുന്നില്ല. ഇന്നലെ മഹേഷ് ഇവിടെ സൂചിപ്പിച്ചു, TB ഇബ്രാഹിം ഇവിടെ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ മധുസൂദൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മെമ്പറോട് സൂചിപ്പിച്ചു, ഇവിടെ MLA ആരും അവഗണിച്ചിട്ടില്ല എന്ന്. ഞാനിത് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സാറെ മുൻ മുഖ്യമന്ത്രി ഓർക്കുക സാർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 2012 MLA ആസ്തി വികസന ഫണ്ട് 5 കോടിയായി വർദ്ധിപ്പിച്ചപ്പോൾ 140 MLA അത് ഒരേ തുകയാണ് കൊടുത്തത്. ഇപ്പൊ 1000 കോടിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. 1000 കോടിയുടെ കാര്യം ഇവിടെ പറഞ്ഞു സാർ.
1000 കോടി ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 7 കോടി 8 കോടിയൊക്കെ കിട്ടും. ആർക്ക് വേണ്ടിയാ സാർ? ഗ്രാമത്തിലെ ജനങ്ങൾക്ക്, ജനങ്ങളുടെ വികസനത്തിന്, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയാ. ആ പദ്ധതി പോലും ഞങ്ങൾക്ക് വെട്ടിക്കുറച്ച് തുച്ഛമായ തുക തന്നുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഈ ഗവൺമെന്റ് ഇന്നെടുക്കുന്ന നിലപാടുകൾ. സർ, ഞാൻ എൻ്റെ മുൻഗാമി സുൽത്താൻ ബത്തേരി മുൻഗാമി CPM-ന്റെ MLA വർഗീസ് വൈദ്യരെ ഞാൻ ഓർക്കുക സാർ. അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവാ സാർ. രാഷ്ട്രീയം നോക്കാറില്ല അദ്ദേഹം. ആര് ചെന്നാലും പ്രശ്നങ്ങൾ ഇടപെടും സാർ അദ്ദേഹം. സാർ, ഞാൻ ഈ ബഡ്ജറ്റിൽ കണ്ടു ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് വേണ്ടി 10 കോടി രൂപ മാറ്റിവെച്ചിരിക്കുക. 2016 തോമസ് ഐസക്ക് ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിലും 16 കോടി രൂപ കൊടുത്തു സാർ. സാർ, ഇന്ന് ആ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മുങ്ങിയിരിക്കുന്ന കപ്പലാ സാർ. കാരണം വർഗീസ് വൈദ്യർ മുൻ MLA 1999 തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി, കാർഷിക മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിനുശേഷം മുൻ MLA കൃഷ്ണപ്രസാദ് ചെയർമാനായി വന്നു. കൃഷ്ണപ്രസാദ് ചെയർമാനായി വന്നപ്പോഴാണ് 2016 വന്ന ഗവൺമെന്റ് 16 കോടി രൂപ ബഡ്ജറ്റിൽ കൊടുത്തത്. എവിടെ പോയി സാർ ആ തുക? മാത്രമല്ല സാർ, വയനാട്ടിലെ നിരവധി കർഷകർ, നിരവധി റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, വിദേശത്ത് ജോലി ചെയ്തു വന്ന പ്രവാസികൾ, അവരുടെ അടുത്തൊക്കെ കോടികൾ വാങ്ങി ഡിപ്പോസിറ്റ് ചെയ്ത് ആ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാതെ ഏതാണ്ട് 100ഓളം കോടി രൂപയുടെ ദൂർത്തടി നടന്ന സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഇന്ന് ഈ ബഡ്ജറ്റിൽ 10 കോടി രൂപ മാറ്റിവെച്ചത് സാർ. ആരോടുള്ള വെല്ലുവിളിയാ സാർ ഇത്? സാർ, നിരവധി പ്രതിസന്ധികളുണ്ട്. വനമേഖലയിലുണ്ട്, മറ്റുള്ള മേഖലകളിലൊക്കെ ഉണ്ട് സാർ. സാർ, ഞാൻ ഈ 5 ബഡ്ജറ്റുകൾ കഴിഞ്ഞ 5 ബഡ്ജറ്റ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റിൽ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4 ബഡ്ജറ്റിലും സാർ സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രപ്പോസൽ സമർപ്പിച്ചു. എല്ലാ രേഖകളും ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. ഇന്നും ഗവൺമെന്റ് കോളേജ് ഇല്ല സാർ. ഇത് അവിടുത്തെ പട്ടികവർഗ വിവാഹത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാ, സാധാരണക്കാർ കർഷകരുടെ മക്കൾക്ക് വേണ്ടിയാ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാ. അതൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പൊ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് 10 കോടി അനുവദിച്ചിരിക്കുക. എന്തിനാ സാർ ഈ 10 കോടി? ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മുൻ MLA കൃഷ്ണപ്രസാദിന്റെ ഭൂമി 6 കോടി രൂപ ബാങ്കിൽ ലോൺ എടുത്ത് അടയ്ക്കാതെ ജപ്തി നടപടിയിലേക്ക് പോവാ. അത് തിരിച്ചെടുത്തു കൊടുക്കാനാണോ? അല്ലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഫണ്ട് ഈ ഡിപ്പോസിറ്റ് വാങ്ങിയ സാധാരണക്കാർക്ക് തിരിച്ചു കൊടുക്കാനാണോ? പിന്നെന്ത് മെയിൻ്റനൻസ് ആണ് അവിടെയുള്ളത്? ആ സൊസൈറ്റി ഇന്ന് മുങ്ങിയിരിക്കുന്ന കപ്പല സാർ. നിങ്ങൾ പരിശോധിക്കണം. ബഹുമാനപ്പെട്ട കൊടുക്കുന്നതിൽ ഞങ്ങൾ എതിർപ്പില്ല സാർ. അത് മുൻ MLA വർഗീസ് വൈദ്യന്റെ ഓർമ്മ നിലനിൽക്കണം അവിടെ. പക്ഷേ ആ 10 കോടി ഗവൺമെന്റ് സാധാരണക്കാരുടെ നികുതി പണം കൊടുക്കുമ്പോൾ ആ നികുതി പണവുമായി ബന്ധപ്പെട്ട് ആ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇന്നത്തെ പ്രതിസന്ധി എന്തുകൊണ്ടത് പൂട്ടാൻ കാരണം എന്ന് പരിശോധിക്കണം. അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാരാ? ഞങ്ങളാരുമില്ല, UDF-ന്റെ ഒരാളുമില്ല. CPM-ഉം LDF-ന്റെ ആളുകളാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചിരിക്കുക. ഇന്ന് രാവിലെ പുൽപ്പള്ളിയിൽ നിന്നും ഒരു സഹോദരി എന്നെ വിളിച്ചു. ആ സഹോദരി പറഞ്ഞത്, ആ സഹോദരി ഏറെക്കാലം വിദേശത്ത് നേഴ്സായി ജോലി ചെയ്ത് തിരിച്ചു വന്നപ്പോൾ 40 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഇന്നും കിട്ടിയിട്ടില്ല. അവർ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ പത്രസമ്മേളനങ്ങൾ നടത്തി. സാർ, ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ട് സാർ. അപ്പൊ ഇത്തരം പദ്ധതികൾ ദൂർത്തടിക്കാതെ ഉപയോഗപ്രദമായ രീതിയിലേക്ക് അത് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കണം. പട്ടികവർഗക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്. ഇവർക്ക് ആവശ്യമായുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തെ അവഗണിച്ചതുപോലെ ഇന്ന് പ്രതിപക്ഷ MLA-മാരെയും പ്രതിപക്ഷ മണ്ഡലങ്ങളെയും ഇന്ന് ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ഞങ്ങളെ അവഗണിച്ചത് കൊണ്ടാണ് ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നതും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാർ.